പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അമേരിക്ക വിയറ്റ്നാം യുദ്ധം നടന്ന കാലം. യുദ്ധം വിയറ്റ്നാമിനെ തവിടുപൊടിയാക്കി. വീടില്ലാതായ ജനങ്ങൾ, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾ എന്നിങ്ങനെ നാട് മുഴുവനും കണ്ണീരിലും രക്തത്തിലും കുതിർന്നു കിടന്നു. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കാൻ അമേരിക്കൻ ഗവൺമെന്റ് 2 സൈനിക തലവന്മാരെ നിയോഗിച്ചു. കാലും കയ്യുമറ്റു പിടയുന്ന ഭടന്മാർ, കുഞ്ഞുങ്ങളുടെ ജഡത്തിനടുത്തിരുന്ന് കരയുന്ന അമ്മമാർ എന്നിങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് ഒരു സേനാധിപന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. ഇതേ കാഴ്ചകൾ തന്നെ മറ്റേ സൈന്യാധിപനും കണ്ടു. അയാൾക്ക് തോന്നി, ഈ സങ്കടങ്ങൾക്കു മുമ്പിൽ ചെറിയ ചെറിയ സങ്കടങ്ങൾ എത്ര നിസ്സാരമാണ്. അയാൾ നാട്ടിൽ തിരിച്ചെത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. കടം കൊടുത്തത് മടക്കി കിട്ടിയില്ല, സ്വന്തമായി കാറ് വാങ്ങാൻ കഴിഞ്ഞില്ല തുടങ്ങിയ നിസ്സാരമായ സാധാരണ ദുഃഖങ്ങളുമായി കഴിയുന്നവരോട് അദ്ദേഹം വിയറ്റ്നാമിൽ താൻ കണ്ട അവസ്ഥകൾ വർണ്ണിച്ചു. പരിതാപകരമായ ആ ദൃശ്യങ്ങൾ വിവരിച്ചപ്പോൾ ജനങ്ങൾ സ്തബ്ധരായി, മനസ്സുരുകി കേട്ടുകൊണ്ടിരുന്നു. പിന്നെ പലരും അദ്ദേഹത്തെ ക്ഷണിക്കാൻ തുടങ്ങി, വിയറ്റ്നാമിലെ അനുഭവങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുവാൻ. ഇങ്ങനെ വിയറ്റ്നാമിലെ ഭീകര ദൃശ്യങ്ങൾ, ദുഃഖഭരിതമായ കാഴ്ചകൾ വിവരിച്ചുകൊണ്ട് ആ സൈനിക മേധാവി വലിയ അനുഭവജ്ഞാനിയായി മാറി. ഒരാൾ ആത്മഹത്യ ചെയ്തു, മറ്റേയാൾ സ്വന്തം പ്രശ്നങ്ങളെല്ലാം മറന്ന് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെയും മറക്കാൻ സഹായിച്ചു. അടിസ്ഥാനപരമായി രണ്ടുപേരും കണ്ടതെല്ലാം ഒന്നു തന്നെയാണല്ലോ. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഒരു ഷൂ നിർമ്മാണ കമ്പനിയാണത്. തൻ്റെ കമ്പനിയിലെ ഷൂസുകൾക്ക് ഒരു പ്രത്യേക ആഫ്രിക്കൻ നാട്ടിൽ എത്രമാത്രം വിൽപ്പന സാധ്യതയുണ്ട് എന്നറിയാൻ കമ്പനി ഉടമ ഒരു മാനേജരെ അയച്ചു. അയാൾ പോയ വേഗത്തിൽ തന്നെ തിരിച്ചു വന്നു. ആ നാട്ടിൽ ആരും ഷൂസ് ഇടുന്നില്ല എന്ന് ഉടമയെ ധരിപ്പിച്ചു. മുതലാളി മറ്റൊരു മാനേജരെ വിളിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെ അയച്ചു. അവിടെ ചെന്ന് പഠനം നടത്തി വന്ന മാനേജർ ആഹ്ലാദപൂർവം മുതലാളിയോട് പറഞ്ഞു, നമ്മുടെ ഷൂസുകൾക്കവിടെ നല്ല ഡിമാൻഡ് ഉണ്ടാകും. എങ്ങനെ? മുതലാളി അന്വേഷിച്ചു. മാനേജർ പറഞ്ഞു, ആ നാട്ടിൽ ആരും ഷൂസ് ഇടുന്നില്ല എന്ന്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. ഓരോ മനുഷ്യൻ ഓഫീസ്, വ്യാപാരം, വീട് എന്നിങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾക്ക് വശംവദരാവുന്നു. എല്ലാ അനുഭവങ്ങളെയും 2 വിഭാഗമായി തിരിക്കാൻ കഴിയും. നമുക്കുണ്ടാകുന്ന അനുഭവം എന്തായാലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം പഠിക്കുന്നു. ഇത് ഉത്കൃഷ്ടമായ അനുഭവമാണ്. ഏതനുഭവമാണോ നമ്മെ യാതൊന്നും പഠിപ്പിക്കാത്തത്, അത് മോശമായ അനുഭവമാണ്. തോമസ് ആൽവ എഡിസണാണല്ലോ വൈദ്യുതി കണ്ടുപിടിച്ചത്. അദ്ദേഹം തന്നെ ആദ്യ പരിശ്രമത്തിൽ അതിൽ വിജയിച്ചതല്ല. ഏതാണ്ട് 1000 തവണ പലതരം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചത്. ഒരാൾ അദ്ദേഹത്തോട്, നിങ്ങൾ 1000 പരീക്ഷണം നടത്തിയതിൽ 999 പരാജയപ്പെട്ടുവല്ലോ, ഒന്നല്ലേ വിജയിച്ചുള്ളൂ എന്ന് പറഞ്ഞു. എഡിസന്റെ മറുപടി ഇതായിരുന്നു, ആദ്യം 999 പരീക്ഷണങ്ങളിലും ഞാനൊന്നും കണ്ടുപിടിച്ചില്ല എന്നാര് പറഞ്ഞു? ബൾബ് ഉണ്ടാക്കാനുള്ള മാർഗം എങ്ങനെ കണ്ടുപിടിക്കാമെന്നതാണ് ഈ പരീക്ഷണങ്ങൾ എന്നെ പഠിപ്പിച്ചത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.